സിയിൽ 2025 പിറന്നതിന് ശേഷം 18ഓളം മരണങ്ങൾ സംഭവിച്ചു. ഒരു സ്ഥാപനത്തിലും മറ്റു സർക്കാർ സംവിധാനങ്ങളിലും ഒന്നുമില്ലാത്ത വിധത്തിൽ മരണം സംഭവിച്ച ഫോട്ടോയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോട്ടോ ഇങ്ങനെ ഇടേണ്ടി വന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ മരിച്ചിട്ട് സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്ത സഹപ്രവർത്തകർ മരിച്ചിട്ട് ആ മരണത്തെപ്പറ്റി സർക്കാർ അന്വേഷിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സർക്കാർ ഒരു അന്വേഷണം നടത്തി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജീവനക്കാർ മരിച്ചു വീഴുന്നത് എന്ന് സർക്കാർ അന്വേഷിക്കട്ടെ. അതിനാണല്ലോ ചീഫ് ഓഫീസ് മേധാവികളുള്ളത്. അപ്പോൾ ഈ മേധാവികൾ ഇത്രയും അന്വേഷണം നടത്തി എന്ത് ചെയ്യണം, ഈ മരണത്തെപ്പറ്റി ശാശ്വതമായ ഒരു പരിഹാരം. അതായത് മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത്. മനുഷ്യൻ മരിച്ചു വീഴുക ജോലിയുടെ അധ്വാന ഭാരം നിമിത്തമാണ് മരിച്ചു വീഴുന്നത്. അല്ലെങ്കിൽ മറ്റു സർക്കാർ സംവിധാനങ്ങൾ ഇതുപോലെ മരിക്കണമല്ലോ. അപ്പോൾ അതുകൂടാതെ മരിച്ചു വീഴുന്ന ആളുകൾക്ക് അവരുടെ ആശ്രിതർക്ക് എന്നും കഷ്ടനഷ്ടങ്ങളുണ്ടാകും. ആശ്രിത നിയമനം പോലും KSRTC. അപ്പോൾ ജീവനക്കാരൻ മരിക്കുന്നതോടൊപ്പം അവൻ്റെ കുടുംബം കൂടി ഇല്ലാതാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് പോസ്റ്റർ ഉൾപ്പെടെ പേരുൾപ്പെടെ എഴുതി ഈ മാനേജ്മെൻറ്റിൻ്റെ മുന്നിലേക്ക് വന്നത്. സർക്കാർ അന്വേഷിക്കണം. അപ്പോൾ ജീവനക്കാരൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ജീവനക്കാരൻ പട്ടിണിയാണോ അതോ ജീവനക്കാരൻ മരിക്കുന്നുണ്ടോ എന്ന് ഈ മന്ത്രി ഒന്ന് അന്വേഷിക്കട്ടെ. ഞങ്ങൾ ചെറിയ സംഘടന, KSRTCയിലെ വലിയ സംഘടനയൊന്നുമല്ല. RTC ഡ്രൈവേഴ്സ് സൊസൈറ്റി ചെറിയൊരു സംഘടന. അപ്പോൾ ജീവനക്കാരൻ ഇവിടെ മരിച്ചു വീഴുന്ന സാഹചര്യം എന്താണ്? ഈ വർഷം പിറന്നിട്ട് 18 മരണങ്ങൾ സംഭവിച്ചു. തെറ്റാണെങ്കിൽ എനിക്കെതിരെ നടപടി ഉണ്ടാകും. ഇതാണ് എനിക്കത് പറയാം. ഞാൻ AS ബോബൻ.